റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലും ടേസ്റ്റിലുമുള്ള ഒരു ചിക്കൻ സൂപ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ്. ഞാനിവിടെ 4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് വേണ്ടതാണ് നല്ല സ്ക്വയർ ഷേപ്പിൽ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്. ഇനി അടുത്ത് വേണ്ടതാണ് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, ഉപ്പ്, പിന്നെ കുരുമുളക്. അടുത്താണ് കോൺഫ്ലോർ. പിന്നെ വേണ്ടത് ഒരു എഗ്ഗ്. അടുത്തത് ടൊമാറ്റോ കെച്ചപ്പ്. അടുത്തതായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലോട്ട് ചിക്കൻ ഇടുക. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇടുക. അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഇടണം. അതിലേക്ക് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് അങ്ങ് ഇടാം. ഇനി സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുവാണ്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണമായിരിക്കും നന്നാവുക കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വേവിക്കുക. ഇതാ ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ വേവിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് അതിനകത്ത് ചിക്കനെല്ലാം നമ്മൾ മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിൻ്റെ എല്ല് മാറ്റി ദശ മാത്രം എടുത്ത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിൽ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ മിക്സിയിൽ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതേ നേരത്തെ നമ്മൾ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കൂടെ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഈ ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുകയാണേ. അപ്പോൾ സെയിം കുക്കറിൽ തന്നെ നമ്മൾ വെച്ചാൽ മതി. ഇനി വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. നമ്മൾ ചിക്കൻ ആഡ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതിനകത്തോട്ട് നേരത്തെ കോൺഫ്ലോർ കാണിച്ചില്ലേ, അതിൽ കുറച്ച് വെള്ളം കലക്കിയിട്ട് ആ കോൺഫ്ലോർ വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിക്കുന്നത്. ഇതെന്തിനാണ് ഒഴിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പിന് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ തിക്കാവുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. സാധാരണ മുട്ടയുടെ വൈറ്റ് മാത്രം വെള്ള മാത്രം ചേർത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മഞ്ഞയും കൂടെ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ മഞ്ഞ മാത്രം വേസ്റ്റായി പോവും. അപ്പോൾ അങ്ങനെ മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വെള്ളയും മഞ്ഞയും കൂടെ ബീറ്റ് ചെയ്ത് അത് കുറച്ചീശയായിട്ട് ഈ സൂപ്പിലോട്ട് ആഡ് ചെയ്തു. നമ്മുടെ സൂപ്പ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് പറയണേ. താങ്ക്